ജ്യോതി മോള നിനക്ക് ഈ അപകടം വരുത്തിയതെന്നാ നിന്റെ അമ്മ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനേ തൽക്കാലം എനിക്ക് പറ്റൂ. സത്യം പറയേണ്ടത് നീയാ. എന്താ നിനക്ക് സംഭവിച്ചത്? അച്ഛാ, ഇപ്പൊ പ്രിയയോടൊന്നും ചോദിക്കണ്ട. 2 ദിവസം കൂടി അച്ഛനൊന്ന് ക്ഷമിക്കുക. ഒരു കാര്യം ഞാൻ അച്ഛന് ഉറപ്പ് തരാം, ഇങ്ങനൊരു അബദ്ധം പ്രിയമോളി ഇനി കാണിക്കില്ല. അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. ശരി, ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല. ഇക്കാലത്ത് മക്കളൊക്കെ ഇങ്ങനെ രഹസ്യം സൂക്ഷിക്കുന്നവരായിരിക്കും. സാരമില്ല, അച്ഛൻ അങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഈ പാല് കുടിക്കുന്നില്ലേ നീ? അതവിടെ വെച്ചിട്ട് അമ്മ ഒന്ന് പോയേ. ഒന്ന് പോ അമ്മേ. സോറി ചേച്ചി, അമ്മയുടെ കുറ്റപ്പെടുത്തല് അതിൽ കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും അല്ല എന്നെ ഇപ്പൊ വേദനിപ്പിക്കുന്നത്. നിന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്തയെ എനിക്ക്. അവൻ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. അതിനു മുമ്പ് നീ തന്നെ അതിനെ ഒഴിവാക്കിയേ തീരൂ. കഴിയുന്നില്ല ചേച്ചി. അവിനാശിനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. അവനെ മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ എന്നോട് സംസാരിച്ച എന്റെ അടുത്ത് വന്ന എനിക്കവനെ നിഷേധിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അച്ഛനും അമ്മയും ചേച്ചിയൊന്നും സങ്കടപ്പെടുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവനില്ലാതെ ജീവിക്കേണ്ടി വന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും ചേച്ചി. നിനക്ക് തെറ്റ് പ്രിയമോളെ. സ്നേഹം ഒരിക്കലും ഭ്രാന്താവില്ല, ഭ്രാന്ത് സ്നേഹവും ആവില്ല. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ അബദ്ധത്തിൽ പോയി ചാടി. പക്ഷെ നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഈ ചേച്ചിക്ക് പറ്റില്ലല്ലോ. നിന്നെ അവന്റെ വലയത്തിൽ നിന്ന് എങ്ങനെയും എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അവനൊരു വലിയ കളവാണെന്ന് നിന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. എന്തു മാർഗവും ഞാൻ സ്വീകരിക്കും. എനിക്ക് നിന്നെ രക്ഷിച്ചേ പറ്റൂ. നമസ്കാരം സർ. എന്താ കുട്ടി, എന്തു വേണം? ഒരു പരാതി നൽകാനുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്പെക്ടർ എന്ന് കാണണമായിരുന്നു. ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹം അകത്തൊരു പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അതൊന്നും ശ്രദ്ധിക്കണ്ട. പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്താ പരാതി? അത് പറഞ്ഞോളൂ, ഞാൻ എഴുതിത്തരാം. സർ, എന്റെ അനിയത്തി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഓ, അപ്പോ അതാണ് കാര്യം. പ്രേമം നടിച്ച് അവളെ ഒരാൾ ചതിച്ചതാണ് സർ. അവൾ അയാളെ വിശ്വസിച്ചു. ഇനി ഒരിക്കലും അവൻ എന്റെ അനിയത്തെ ശല്യപ്പെടുത്താതിരിക്കാൻ സഹായിക്കണം സർ. ഓക്കെ, ഞാനൊരു പരാതി എഴുതിത്തരാം. അഡ്രസ് പറയും. ജ്യോതിർമയി.
ഇതിലൊന്ന് ഒപ്പിട്ടുള്ളൂ. ഇവിടെ. ഇതിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചോളാം. ഒന്നും പേടിക്കണ്ട, വന്നോളൂ. വരൂ. സാർ, ഈ പെൺകുട്ടിക്കൊരു പരാതിയുണ്ട്. എന്തു പരാതി? ആത്മഹത്യാ പ്രേരണയാണ് സാർ. പ്രേരിപ്പിച്ചവൻ ഒരു സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നു. എന്റെ അനിയത്തെ രക്ഷിക്കണം സർ. ആത്മഹത്യക്ക് ശ്രമിച്ച് അവൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിങ്ങതാ. താൻ വിട്ടോ സാർ. പരാതി കൊടുക്കാൻ വന്നിടത്ത് തന്നെ പ്രതിയും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അല്ലേ മാഡം? ഇത് എന്റെ സാമ്രാജ്യമാണ്. ഇവിടെ നീതി നിയമമെല്ലാം ഞാൻ തന്നെ. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. നിന്റെ അനിയത്തി ഒരു പാവമാ. ഞാൻ എന്തു പറഞ്ഞാലും അവൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് ആരാണ് എന്താണെന്ന് നോക്കാതെ കണ്ണും പൂട്ടി അവളെന്നെ സ്നേഹിച്ചത്. ഞാൻ പറഞ്ഞ നിന്റെ അനിയത്തി കൈ മാത്രമല്ല, ചിലപ്പോ കഴുത്തുവരെ മുറിക്കും. ഞാൻ അവളെ അങ്ങനെയാ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും നിന്റെ അനിയത്തി വിശ്വസിച്ചില്ലേ? അവൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാ. ഞാൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവക്കുട്ടി മാത്രമാ അവള്. നിനക്കെന്നെ കൊല്ലണം തോന്നുന്നുണ്ടോ? എന്റെ കവിളത്തടിക്കാൻ നിന്റെ കൈ തരിക്കുന്നുണ്ടോ? അന്നടിച്ചില്ലേ നീ? അതുപോലെ അടിക്കേ അടിക്കേ. അടിക്കേ 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 അടിക്കേ. ഭ്രാന്തനാ നീ. പെൺകുട്ടികളെ കാണുമ്പോ ഭ്രാന്തിളകുന്ന സൈക്കോ. പക്ഷേ രക്തബന്ധത്തിന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. നിന്റെ ചതിക്കുഴിയിൽ നിന്ന് എന്റെ അനിയത്തെ രക്ഷിക്കാൻ എനിക്കറിയാം. നീ ഒരു സുന്ദരിയ, നിന്റെ അനിയത്തേക്കാൾ സുന്ദരി. അന്ന് നിന്റെ കൈ എന്റെ കവിളത്ത് പതിഞ്ഞപ്പോ മൃദുലമായ ഒരു തലോടൽ പോലെയാ എനിക്ക് തോന്നിയത്. സുന്ദരികൾ എന്നും എനിക്കൊരു വീക്ക്നെസ്സാ. അതുകൊണ്ട് നീ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കുന്നേയില്ല. നിന്റെ അനിയത്തിയുടെ മുന്നിൽ ഞാൻ അവളുടെ ആത്മാർത്ഥ കാമുകനായിരിക്കും.
എനിക്കെതിരെ ഒരിടത്തും കേസ് രജിസ്റ്റർ ചെയ്യാൻ നിനക്ക് കഴിയില്ല. എന്നിൽ നിന്ന് അവളെ രക്ഷിക്കാനും നിന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു ധാരണയിലെത്താം. എനിക്കും നിന്റെ അനിയത്തിക്കും ഇടയെന്ന് നീ ഒഴിഞ്ഞു പോണം. ദേ നോക്ക്, രക്തബന്ധത്തിന്റെ ബലത്തിൽ എന്നിൽ നിന്ന് അവളെ അകറ്റാൻ നോക്കിയ പിന്നെ നീ ഒരിക്കലും അവളെ കാണില്ല. നിന്റെ അനിയത്തിക്ക് എന്നെ അവളേക്കാൾ വിശ്വാസമാ. ഞാൻ കൈമുറിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ അവളും കൈമുറിച്ചു. ദാ നോക്ക്, കാണിക്കാം. കണ്ടില്ലേ? ഒന്നുമില്ല. എന്റെ ചെറിയൊരു നമ്പർ, അത്രമാത്രം. ഇനി ഞാൻ നാളെ മരിക്കണമെന്ന് പറഞ്ഞാലും അവള് മരിക്കും. ഇവിടെ നിന്റെ അനിയത്തിക്ക് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ എനിക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഈ ബന്ധം ഇതുപോലെ തുടരും. മനസ്സിലായടി? എനിക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലാന്ന്. നിന്നെ പ്രസവിച്ചത് ഒരു സ്ത്രീ അല്ലേടാ. നിന്നെ കുറിച്ച് അറിയുമ്പോ അപമാനം കൊണ്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യും. ഒന്ന് നീ ഓർത്തോ, പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്തിയവരൊന്നും അതിന്റെ ഫലം അറിയാതെ പോയിട്ടില്ല. അപമാനിക്കപ്പെട്ട പെണ്ണിന്റെ പകയിൽ മധുര നഗരം ചുട്ടിരിക്കപ്പെട്ട ഒരു കഥ നീ കേട്ടിട്ടുണ്ടോ? കീചകന്റെ മനസ്സുള്ള അസുരനാ നീ. നോക്കിക്കോ, നിന്റെ നെഞ്ചടിച്ചു പൊളിച്ച് ചോരൊഴുക്കാൻ ഒരു ഭീമസേനൻ ഈ ഭൂമിയിൽ അവതരിക്കും. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ അനിയത്തി ഉൾപ്പെടെ നീ കണ്ണീര് കുടിപ്പിച്ച് കശക്കി എറിഞ്ഞ പെൺകുട്ടികൾക്ക് വേണ്ടി അവൻ നിന്നോട് പകരം ചോദിക്കും. ഈശ്വര, ഒരു ധൈര്യത്തിലാ ആ ദുഷ്ടന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ എന്റെ അനിയത്തിയുടെ ജീവിതം തകർക്കും. പോലീസ് ആയതുകൊണ്ട് അതിന്റെ അധികാരമുണ്ട്. നിയമം കോടതിയൊക്കെ അവൻ പറയുന്നത് കേൾക്കും. ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്റെ അനിയത്തിയെ രക്ഷിക്കാൻ ആരാ എന്നെ സഹായിക്കുക? ഇത് ആ ഡോക്ടറല്ലേ? ഇന്നലെ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഡോക്ടർ, ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ? ഇന്നലെ അനിയത്തിക്ക് വേണ്ടി ബഹളം വെച്ച ആളല്ലേ? ഡോക്ടർ എന്താ ഇവിടെ? ഞാൻ CA ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അല്ല, ഡോക്ടർക്ക് ആ CA പരിചയമുണ്ടോ? അങ്ങനെ പരിചയമൊന്നുമില്ല. ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ CAക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ, അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നതാ. ഓ, അനിയത്തിക്ക് എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു? ഡോക്ടറുടെ കാരുണ്യം കൊണ്ട് എന്റെ അനിയത്തി രക്ഷപ്പെട്ടു. അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല മോളെ, ഈശ്വരനോടാണെന്നല്ലേ ഡോക്ടർ പറയാൻ പോകുന്നത്? അതൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ശരി.
പക്ഷെ കുട്ടി ശരിക്കും നന്ദി പറയേണ്ടത് മറ്റൊരാളോടാണ്. ദേവകൃഷ്ണ എന്ന DKയോട്. ഒരു ഡോക്ടറുടെ എത്തിക്സ് ഞാൻ മറന്നു. പക്ഷേ അദ്ദേഹം എന്നെ അത് ഓർമ്മിപ്പിച്ചു, എന്റെ കണ്ണു തുറപ്പിച്ചു. ആദ്യം ജീവൻ രക്ഷിക്കണം, പിന്നെയാണ് നിയമങ്ങൾ. ആശുപത്രിയിൽ ഡോക്ടർക്ക് മുന്നിൽ മരണാസന്നനായി എത്തുന്ന ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ഒരു ഡോക്ടർ ആദ്യം ചെയ്യേണ്ടത്. സത്യത്തിൽ നന്ദി പറയേണ്ടത് അദ്ദേഹത്തോടാണ്. DK ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ റിസ്കിലാ ഞാൻ കുട്ടിയുടെ അനിയത്തിയെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. അതങ്ങനെയാ. ആപത്ത് സമയത്ത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചിലർ നമ്മുടെ രക്ഷയ്ക്കെത്തും. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ? ആ ശരി ഡോക്ടർ. ആ ശരി. ഈശ്വര, എന്റെ പ്രിയമോളെ രക്ഷിക്കാൻ DKയാണോ നീ പറഞ്ഞു വിട്ടത്? അയാൾ ഇത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു. ഷോ, അയാൾ എന്തൊക്കെ ചീത്ത പറഞ്ഞു. എന്നിട്ടും തക്ക സമയത്ത് വന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ചല്ലോ. ആ ഹിറ്റ്ലറെ കണ്ട് ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. വേണമെന്ന് തോന്നിയാ ഒരു ക്ഷമയും പറയാം. ഇതാരാ ഈ സമയത്ത്? പ്രിയേ, ഞാൻ പറഞ്ഞതൊക്കെ ഒരു നിമിഷം കൊണ്ട് നീ മറന്നുപോയോ? എന്ത് ധൈര്യത്തിലാണ് നീ ഇവനെ വീടിനകത്ത് വിളിച്ച് കയറ്റിയത്? ചേച്ചി, മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇറങ്ങിപ്പോവാനോ? ഒരു മരുമകന് കിട്ടേണ്ട പരിഗണന കിട്ടാതെ ചുമ്മാ അങ്ങനെ ഇറങ്ങി പോവാൻ പറ്റുമോ? നിർത്തണം. ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. നീ എന്തൊക്കെ ചെയ്താലും എന്നെയും പ്രിയയും തമ്മിൽ പിരിക്കാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവൾക്കൊരച്ഛനും അമ്മയുണ്ട്. അവര് നിന്നെ കാണുന്നതിന് മുമ്പ് വേഗം ഇറങ്ങി പോകുന്നതാ നല്ലത്. സാറ് കുടിക്കാൻ വെള്ളമല്ലേ ചോദിച്ചത്? നല്ല ഒന്നാം തരം ചായ. ഓ, താങ്ക് യു ആന്റി. മധുരം കുറച്ച് കുറവാ, എന്നാലും നല്ല ചായ. അല്ല, സാറിനെന്താ ഈ വീട്ടിലെ കാര്യം? പോലീസുകാർക്ക് കയറി ഇറങ്ങാനുള്ള കേസൊന്നും ഈ വീട്ടിലില്ല. സാർ ചായ കുടിച്ചിട്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കും. ആ, ഇത്രയും നല്ല ചായ ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഇനി ഞാൻ ഇടയ്ക്ക് വരും ആന്റിയുടെ കയ്യിൽ നിന്ന് ഈ ചായ കുടിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായ കുടിക്കാൻ ഇത് ഹോട്ടലൊന്നും അല്ല. പ്രിയ, നീ അകത്ത് പോ. ആ, നിക്ക്. പ്രിയ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്? അതറിയണ്ടേ നമുക്ക്? അയ്യോ, അത് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒന്നും അല്ല സർ. ഇവള് വളയിട്ടിപ്പോ കൈ മുറിഞ്ഞതാ. അല്ല മോളെ, വളയിട്ട് കൈ മുറിഞ്ഞാലും കേസ് എടുക്കോ സാറേ? ഇല്ല,
അതിനൊന്നും കേസെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റും. പരാതിയോ? ആര് പരാതിയൊന്നു? അതാരോ ശത്രുക്കൾ ചെയ്തതാ സാറേ, എന്റെ മോളെ ഈ കുടുംബത്തിനെ അപമാനിക്കാൻ വേണ്ടി. ശത്രുക്കള് തന്നെയാ. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ആ പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പ്രിയ എന്നോട് പറഞ്ഞില്ലല്ലോ ആന്റി. അനിയത്തിക്ക് എന്തെങ്കിലും പ്രേമവും മറ്റോ ഉള്ളതായിട്ട് അറിയോ ജ്യോതിക്ക്? ഉണ്ടോ പ്രിയ? നിർത്തണം സർ. കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കണം. പോലീസാണെന്ന് കരുതി ഏത് വീട്ടിലും കയറി എന്തും പറയാന്ന് കരുതണ്ട. ജ്യോതി, നിന്റെ സംസാരം അധികമാവുന്നുണ്ട്. ഇതൊരു പോലീസ് ഓഫീസറാ. ക്ഷമിക്കണം സർ, അവൾ അറിവില്ലാതെ. മര്യാദ വിട്ട് ഞാൻ ഈ വീട്ടിൽ വന്ന് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഉണ്ടോ ആന്റി? ഇല്ല. എന്നിട്ടും ആന്റിയുടെ മൂത്ത മോളെന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞങ്ങളെ ഓർത്ത് സാറത് ക്ഷമിക്കണം. ക്ഷമിക്കാം. ആന്റി പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് നാളെ പറയരുതല്ലോ. ആ ഇത്ര മുതിർന്നിട്ടും വളയിടേണ്ടത് എങ്ങനെയാണെന്ന് നീ അനിയത്തിയെ പഠിപ്പിച്ചു കൊടുത്തില്ലായിരുന്നു? സാരമില്ല, ഞാനത് ചെയ്യാം. ഈ പെൺകുട്ടികൾക്ക് വളയിട്ട് കൊടുക്കലാണോ സാറിന്റെ ഡ്യൂട്ടി? ആന്റി പറയുന്നു വളയിട്ടതാണ്. പരാതിക്കാരി പറയുന്നു ആത്മഹത്യാ ശ്രമമാണ്. സത്യം എന്താണെന്ന് നമുക്കറിയണ്ടേ? അല്ല, ഒരു വള വേണമല്ലോ പരീക്ഷിച്ച് നോക്കാൻ. ആ ആന്റി വളയും കുരിക്കെ. ആ അത് ഒരു പ്രിയ ഒന്നിങ്ങ വന്നേ. അല്ല അതെന്തിനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യമുണ്ട്. വാ പ്രിയ, വാ. സാറ് വിളിച്ച കേട്ടില്ലേ? അല്ല വാ വാ. പ്രിയ കൈ വളയിട്ടത് ഇങ്ങനെയാണോ? ആ ഇപ്പൊ കൈമറിഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ ആന്റി പറഞ്ഞത് തെറ്റല്ലേ? അയ്യോ സാറേ, അത് പിന്നെ കേസും കൂട്ടമൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം. കല്യാണപ്രായമായ പെണ്ണ, നാട്ടുകാരറിഞ്ഞ നാണക്കേടാ. എന്റെ മോക്ക് നല്ലൊരു കല്യാണം പോലും കിട്ടില്ല. ആ ആന്റിയുടെ മകൾ സുന്ദരിയല്ലേ? അവളുടെ വിവാഹം നടക്കും. അവൾ ഇഷ്ടപ്പെടുന്ന ഒരാള് തന്നെ അവളെ വിവാഹം കഴിക്കും. പൊന്നുപോലെ നോക്കും, അല്ലേ പ്രിയ? എന്നാലും പരാതി എന്നാരാ സാറേ? അവരെ എന്റെ കൈ കിട്ടിയ